GPS ഇത് വെച്ചിട്ട് പല ആൾക്കാരും പോകുന്നുണ്ടല്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഓഫ് ചെയ്യാൻ പറയും. എന്താ പറയുമോ, ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ചില ആൾക്കാർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. എൻ്റെ രാഷ്ട്രീയം മാത്രം ശരി, എൻ്റെ മതം മാത്രം, എൻ്റെ ദൈവം മാത്രം നേരായ ദൈവം, ബാക്കിയെല്ലാവരും ഒക്കെ പോയി. അപ്പോൾ ഈ ദൈവം തന്നെയല്ലേ ഈ ബാക്കിയുള്ളവരെയും. ഇപ്പം ഞാൻ നസീർ, താങ്കൾ, അപ്പോൾ ഇതൊക്കെ ഒരു ദൈവം തന്നെയല്ലേ. പിന്നെന്തിന് നമ്മളെ തമ്മിൽ അടിപ്പിക്കണത്? എനിക്ക് കണ്ടേണ ദൈവം ഈ കാടും ഇതൊക്കെ. പിന്നെ എൻ്റെ ഗുരു മാതാപിതാ ഗുരു. ഇപ്പം അങ്ങനെയല്ല, മാതാപിതാ ഗുരു യൂട്യൂബ്. നമ്മളുടെ ഇളയരാജ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞങ്ങൾ പറ്റിക്കേണ്ട, അവിടെ ഇവിടെയൊക്കെ ഇട്ട് അടിച്ച് ശബ്ദം ഉണ്ടാക്കി. യഥാർത്ഥ ഇത് കാട്ടിലാണുള്ളത്. ഏത് ഉറങ്ങാത്ത ആളെയും കൊണ്ടുവന്നു കാട്ടിൽ ഞാൻ 5 മിനിറ്റിനുള്ള അയാൾ അവിടെ കിടന്നുറങ്ങും. ഇത് പുഴയുടെ തിരുത്ത് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോൾ. പ്രത്യേകിച്ച് പാരൻസിൻ്റെ കുഴപ്പം തന്നെയാണ് കുട്ടികളിങ്ങനെ ആവുന്നത്. വേറെ ഒന്നും, കുട്ടികളൊക്കെ മിടുക്കന്മാരും മിടുക്കുകളുമാണ്. ഭയങ്കര ഡൈനാമിക്കാണ് കുട്ടികളൊക്കെ. അതിൻ്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് പറ്റണില്ല. നമ്മളുടെ തോൽവിയാണത്. അവരെ തന്നെ റെഡിയാക്കുക. നമ്മുടെ അധ്യാപകർക്കും പറ്റുന്നില്ല. എന്ത് വേണ്ട, എന്ത് വേണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ നിൽക്കാനും പറ്റുള്ളൂ. ഒരാൾ കൈമൊക്കെ, ഞാൻ പറയും എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കൈമ പിടിച്ച് അപ്പറിയും വീരെന്ന് പറയും. പിന്നെ അങ്ങനെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അങ്ങേക്ക് ഇപ്പോൾ കുറേ ഗൾഫിലൊക്കെ, കാരണം ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സാമ്പത്തികം അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം അതൊക്കെ അതെ. അപ്പോൾ അങ്ങ് അത് എങ്ങനെയെങ്കിലും അങ്ങനെയുള്ളൊരു ഞാൻ വാക്ക് ഉപയോഗിക്കുക, ഒരു പരിശുദ്ധമായൊരു അവസ്ഥയാണല്ലോ അവിടെ ഉണ്ടാവുക കാട്ടിൽ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ റിയൽ ലൈഫിൽ സ്റ്റക്കായിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അത് റിയൽ ലൈഫിൽ ആൾക്കാർ നോക്കുമ്പോൾ പരാജയമാണ്. ഞാൻ പലരും നോക്കുമ്പോൾ ഇപ്പം ഉണ്ട്. എനിക്ക് പേരിപ്പോൾ ചാനലിൽ വിളിക്കണം, അവിടെ വിളിക്കണം, അപ്പോൾ ഭയങ്കര സംഭവമാണ് അങ്ങനെയൊക്കെ വിചാരിക്കണം. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ, കാരണം സാമ്പത്തികമായിട്ട് അങ്ങനെ ഇതല്ല, കാരണം അതുകൊണ്ട് ജീവിക്കാനും പറ്റില്ല. പിന്നെ ഞാൻ ജീവിക്കാൻ വേണ്ടി കാട്ടിപ്പോയതല്ല, ജീവിക്കാൻ വേണ്ടി കരാട്ടയും പഠിച്ചതല്ല. കരാട്ടേനോടുള്ള ഭ്രാന്ത് കയറിയിട്ട്. പക്ഷെ ഇപ്പോൾ ഇത് രണ്ടും എന്നെ കുറച്ച് സഹായിക്കുന്നുണ്ട്. കരാട്ടയായാലും തിരിച്ചു വന്നപ്പോൾ കരാട്ട എനിക്ക് സഹായിക്കണേ. എൻ്റെ നല്ല മാസ്റ്ററിനെ കിട്ടി, ആ മാസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഏതെങ്കിലും മാസ്റ്റർ ചിലവരുണ്ടാവും, പക്ഷേ എനിക്ക് പൈസ തന്ന് പഠിപ്പിക്കുന്ന മാസ്റ്ററാണ് എൻ്റെ മാസ്റ്റർ. പിന്നെ അതല്ല, എനിക്കിപ്പോൾ പിള്ളേരും വരുന്നുണ്ട്, ഇഷ്ടംമാതിരി പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലം, നാട്ടിലെ സ്ഥലം വിറ്റിട്ടാണ് ഊട്ടിയിൽ പോയി. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞ് കാട്ടിൽ പോയി സ്ഥലം വാങ്ങി അത് നശിപ്പിച്ചെന്ന് പറഞ്ഞ്. പക്ഷേ ആ സ്ഥലത്തിന് ഇപ്പോൾ നല്ലൊരു വില കിട്ടും. അപ്പോൾ അത് കൊടുത്ത് എനിക്ക് കുറേ രാജ്യങ്ങളിൽ പോകണം, കുറേ കാണാൻ. അല്ലാണ്ട് മരിച്ച് പോയിട്ട് എന്ത് കാര്യം? കുറേ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നില്ലേ? ഒരുപാട് പേര് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റുപാടും കാണാതെ, മനുഷ്യനെ കാണാതെ. ഞാനിപ്പോഴും സഞ്ചരിക്കുന്നത് സാധാരണ, ഞാൻ പറഞ്ഞില്ല, വണ്ടിയുണ്ട്, പക്ഷേ ഞാൻ ഓടിക്കില്ല. പക്ഷേ എന്നാൽ എനിക്ക് ബസ്സിൽ ഇങ്ങനെ യാത്ര പോകും. 3 പോകുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ബസ്സിലൊക്കെ പോകും. ആൾക്കാരെ പഠിക്കുകയാണ്. ഭയങ്കര രസമാണ് ഒരേ ആൾക്കാരെ ഇത് ചെയ്യാൻ. പിന്നെ രസമാണ് ഇത് മടിയില്ല ബാഗും വെച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാറ്റിങ്ങനെ വരണേ ബസ്സിലിരുന്ന് കഴിയുമ്പോൾ. അങ്ങനെയൊക്കെ ഭയങ്കര, അതൊക്കെ ആസ്വദിച്ച് അതിപ്പോഴും അങ്ങനെയാണ്. അതിൽ നിന്നൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എഴുത്തൊക്കെ നടക്കില്ല പല കാര്യം. ചിലർ ഈ ഞാൻ GPS ഇത് വെച്ചിട്ട് പല ആൾക്കാരും പോകുന്നുണ്ടല്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഓഫ് ചെയ്യാൻ പറയും. എന്താ പറയുമോ, അത് ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ചില ആൾക്കാർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മളവിടെ ഇറങ്ങി ഒരു ചായ കുടിക്കും. പലപ്പോഴും ഉണ്ടാവും. ഒരു തവണ ഇങ്ങോട്ട് നിലമ്പൂരോട്ട് പോകുമ്പോൾ ഒരു കഴിയുമ്പോൾ ഒരാൾ പെട്ടെന്നൊന്ന് അയാളുടെ കഥ എന്നോട് പറയുന്നേ. അപ്പോൾ അയാൾക്കൊരു ആശ്വാസമായി. ആ ചില ആൾക്കാർ നമ്മളെ കാത്തു നിൽക്കേണ്ടത്, നമ്മൾ ഇറങ്ങൂല, നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ പോവേണ്ടി. നമ്മൾ അവിടെ അവിടെ പോയി ഹിമാലയത്തിന് സെൽഫി എടുത്ത് ഇങ്ങോട്ട് വരും. മനുഷ്യരായിട്ട് ഇടപെടില്ല. ആ വഴി അതല്ലേ യാത്ര എന്ന് പറയണ. അതല്ലേ എസ്കേപ്പറ്റക്കാരും രാജൻ കാക്കനാടൊക്കെ യാത്ര എടുത്തത്. ഇന്നത്തെ ആര് യാത്ര ചെയ്യുന്നു? ഈ ഫോണില്ലാണ്ട് ആർക്കെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ യാത്ര ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. കാട് കാണണമെങ്കിൽ ക്യാമറ ഇല്ലാതെ നിങ്ങൾ കയറി കുറേ നാൾ. അപ്പോൾ കാട് എന്താണെന്ന് പറയും. കാട് അപ്പം നിങ്ങളെ പഠിപ്പിക്കും ഒരേ കാര്യങ്ങൾ. ഈ ഫ്രെയിമായിട്ട് കാട് കണ്ടിട്ട് എന്ത് കാര്യം? ഫോട്ടോഗ്രാഫി വേണം, സമ്മതിച്ച്. പക്ഷേ ഫോട്ടോഗ്രാഫി മാത്രമല്ല, ഞാൻ കാടിനെ പ്രാധാന്യം കൊടുത്തത്. ക്യാമറ ഇല്ലാതെ ഒരുപാട്, ക്യാമറ ഉള്ള സമയത്ത് തന്നെ ഇല്ലാതെ ഉണ്ട്. 3-4 വർഷം ക്യാമറ വിറ്റിട്ട് ക്യാമറ ഇല്ലാതെ കാട് കയറി നടന്നു. കൂട്ടുകാരൊക്കെ ക്യാമറ തരുമായിരുന്നു. ഇനിയിപ്പോൾ നല്ല ക്യാമറ സ്ഥലമൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നല്ല ക്യാമറ, ഗംഭീര ക്യാമറ ഉണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഓരോ തവണയും ഓരോ നിമിഷവും പുനർജനിക്കണം. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഓരോ നിമിഷവും ഇന്നലെ അത് പറഞ്ഞില്ലേ, ഇന്നലെ ചെയ്തതിനെക്കാട്ടി നന്നായിട്ട് ഇന്ന് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് പുനർജന്മം. അതാണ് ഞാൻ എന്നോട് തന്നെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. വേറെ ആരോടും ഫൈറ്റ് ചെയ്യുന്നില്ല, ഞാൻ എന്നോട് തന്നെ ഇന്നലത്തെക്കാട്ടി നന്നായിട്ട് ചെയ്യുക. പിന്നെ മാക്സിമം ഇത് ചില ആൾ പലരും പറയും അയാൾ ഇങ്ങനെ അടുപ്പിക്കില്ല, ആരും ചൂടനായിട്ട് സംസാരിക്കും. അത് വേറൊരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു ചെടിയുടെ
ഇത് വന്ന് അത് ജലസ്തംഭിനി എന്നായിട്ടാണ്. അപ്പോൾ അതിൽ ഭയങ്കര ചർച്ച ഉണ്ടാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിലാട്ടെ കുറേ വർഷം 3-4 വർഷമായി. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ തന്നെ അയാൾക്ക് ഇങ്ങനത്തെ ചെടികൾ അറിയാം, ഇയാൾ ആരോടും ഒന്നും പറഞ്ഞു കൊടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ അതിൽ കയറി ഇത് പറഞ്ഞപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എഴുതി, ഇപ്പോൾ ജലം കട്ടിയാക്കി കൊണ്ടുപോകണമെന്ന് ഇവിടെ കുപ്പിവെള്ളം കിട്ടുമല്ലോ, അത് മേടിച്ച് കൊണ്ടുപോയാൽ പോരെ, ഈ ചെടി പിഴിഞ്ഞ് ഇനി വെള്ളം കട്ടിയാക്കി കൊണ്ടുപോകേണ്ട എന്ത് കാര്യം? അങ്ങനെ എഴുതി. അത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നു. അപ്പോൾ ചിലത് ഇങ്ങനെ പിഴിഞ്ഞ് ഇത് പാറ വരും പൊടിക്കും, അങ്ങനത്തെ പവറുള്ള വള്ളികളൊക്കെ ഉണ്ട്. നല്ല എവർഗ്രീൻ ഫോറസ്റ്റിലുണ്ട്, മറ്റേ മഴ പെയ്യാത്ത കാടുകളിലുണ്ട്, അങ്ങനത്തെ ഉണ്ട്. അതുപോലെ ചില ഇത് വെച്ചിട്ട് ഇതിൽ പാലിൽ വെച്ച പാല് തൈര് പോലെയാവും പെട്ടെന്ന് ചില ചെടിൻ്റെ കമ്പ്. പിന്നെ മരുന്നുകൾ ഇഷ്ടംമാതിരി മരുന്ന്, ഈ കരടി പിടിച്ച് ഇവിടുന്ന് പൊളിഞ്ഞ ഇത് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അരുണാചലം എന്ന് പറഞ്ഞൊരു ആദിവാസിയാണ്. പുള്ളി ഒരു ഇത് വെച്ചിട്ട് ഒരു നൂലിൻ്റെ രേഖ പോലും വരണ്ടാവില്ല. നമ്മളിന്ന് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലനാക്കി ആളെ കൊണ്ടുവരും. ഇവിടെയൊക്കെ പാടായിട്ട് വെട്ടി കുത്ത് പ്ലാസ്റ്റിക് സർജറി അല്ലേ? എൻ്റെ കാലിൻ്റെ നഖമൊക്കെ പോയിട്ട് അപ്പം തന്നെ പുള്ളി ചിലതൊക്കെ എനിക്ക് കുമാരനും പറഞ്ഞു തന്നിട്ടുണ്ട്, കുറേ മരുന്നുകൾ. പക്ഷെ അത് പറയേണ്ടത് ആവശ്യം, നമുക്കിവിടെ ഡോക്ടറില്ലേ, നമ്മുടെ മക്കളെയും പഠിപ്പിച്ച് ഡോക്ടറാക്കിയല്ലേ. പിന്നെ കാട്ടിപ്പോയി ചെടി പറിച്ച് മാറ്റണം എന്തിന്? ഇവിടെ നിന്ന് അസുഖം മാറ്റട്ടെ, അത് പോയി പറിക്കാം, അത് അവിടെ നിൽക്കട്ടെ. അത് വേറെ കാര്യമുണ്ട്. ചിലത് മരുന്ന് കാട്ടിൽ നമുക്ക് പറ്റില്ല, കാരണം അത് അവിടെ അവിടുത്തെ ആ സാഹചര്യത്തിൽ ജീവിച്ചവർക്കായിരിക്കുള്ളൂ വരുന്നത്. അത് എന്തും അങ്ങനെയാണ്, നമുക്കുള്ളതല്ല. നമുക്കുള്ളതല്ല അവിടെ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. നമുക്കൊന്നും പറ്റില്ല. അതല്ലേ ഇപ്പോൾ ഔഷധ സസ്യ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടിയിൽ ഔഷധ സസ്യം വെച്ച് കഴിഞ്ഞാൽ അതിന് ഔഷധം ഉണ്ടാവില്ല. അത് മറ്റുള്ള ചെടികളുടെ കൂടെ നിൽക്കുമ്പോഴാണ് അതിന് ഔഷധം വരുന്നത്. അത് കൂട്ടായൊരു ഇതാണ്. നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് ഔഷധ സസ്യമാണ് എന്നും പറഞ്ഞ് നടക്കും, അതിനൊരു ഔഷധം ഉണ്ടാകും. ചില ഇതും മരുന്നുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെ അങ്ങനെ വളവിട്ടിട്ടൊക്കെ ഉണ്ടാക്കൊണ്ടുവന്ന് കേട്ടൊക്കെ നമുക്കറിഞ്ഞൂടാ. പക്ഷെ അതുകൊണ്ടാണ് ഈ ധാതുക്ഷയം ഉണ്ടാവുന്നത്. ഒന്നിനും കണ്ടന്റ് ഇല്ല, ഒന്നിനുമില്ല, ഒക്കെ കൃഷിയാണ്. മറ്റൊരു ചെടി വേറൊരു ചെടിയുടെ ഒപ്പം നിൽക്കുമ്പോഴാണ് അതിൽ നിന്നും കൂടിയും കിട്ടുകയാണ്. അങ്ങനെയാണ് അത് ഔഷധമാവുന്നത്. അതറിയാത്ത ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒക്കെ ഡോക്ടർ, നമ്മൾ മക്കളെ എല്ലാവരും ഡോക്ടറാക്കാൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം എന്തെങ്കിലും പറ്റുമ്പോൾ ആയുർവേദം അന്വേഷിച്ചു പോകും. ശരിയല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ അതും തമാശയാണ്. അവരും കൂടി തമ്മിലുള്ള അടി പോലെ. ഈ നേരത്തെ പറഞ്ഞോളൂ, കളരിയും കരാട്ടെ ജൂഡോ ഇങ്ങനെ കിടന്ന് ഇത് ഒക്കെ ഒന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടി, മനുഷ്യൻ്റെ കാര്യങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് അങ്ങോട്ട് ഞാനാണ് കേമൻ, അതാണ് ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നതിന് തുല്യമുണ്ട് ഈ കളിയൊക്കെ കളിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയം മാത്രം ശരി, എൻ്റെ മതം മാത്രം, എൻ്റെ ദൈവം മാത്രം നേരായ ദൈവം, ബാക്കിയെല്ലാവരും ഒക്കെ പോയി. അപ്പോൾ ഈ ദൈവം തന്നെയല്ലേ ബാക്കിയുള്ളവരെയും. ഇപ്പം ഞാൻ എന്നെ താങ്കൾ അപ്പോൾ ഇതൊക്കെ ഒരു ദൈവം തന്നെയല്ലേ. പിന്നെന്തിന് നമ്മളെ തമ്മിൽ അടിപ്പിക്കണത്? നമ്മളതാണ് നമ്മളെ വിട്ടേക്ക്, നമ്മൾ പതുക്കെ മാറി നിന്നോളാം. നിങ്ങൾ അവിടെ നിങ്ങളുടെ ഇതൊക്കെ ആയിട്ട് നിങ്ങളവിടെ കൂടിക്കോ. അത് ഇവിടുന്ന് ഇനി മരിച്ചെന്നിട്ട് അവിടെ സ്വർഗത്തിലൊന്നും പോകണ്ട. ഞാൻ എൻ്റെ ചുറ്റും സ്വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെ, കാരണം നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്നുള്ളതാണ്. സങ്കടങ്ങൾ വരും, അതൊക്കെ മനുഷ്യനാണല്ലോ, അത് വേണമല്ലോ. അങ്ങനത്തെ വികാരങ്ങളും കൂടി വേണം. അല്ലാണ്ട് എന്ത് കേട്ടാലും കഠിനകൃത എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് വിലം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അതും വേണം ആവശ്യമുള്ളപ്പോൾ. കുറച്ച് സോഫ്റ്റായിട്ടുള്ള കോർണർ നമ്മളുടെ ഉള്ളിലുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് ഹാർഡായിട്ടുള്ളതുണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്. എന്നാലേ ഇൻ ആൻഡ് യാങ് ആവുള്ളൂ. ചൈനീസ് ഫിലോസഫിയില്ലേ, അതാണ് ഇൻ ആൻഡ് യാങ്. കണ്ട, കറുപ്പും വെളുപ്പും, വെള്ളവും തീയും, സൂര്യനും ചന്ദ്രനും, അങ്ങനെ വരുള്ളൂ. ഇവിടെ ഇൻ ആൻഡ് യാങ് ആണ്. വ്യത്യാസമുണ്ട്, കളർ വരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ബാലൻസ് ആവാൻ പറ്റുള്ളൂ നമുക്ക്, അല്ലെങ്കിൽ ബാലൻസ് ആവില്ല. ലൈഫും ഇതായിപ്പോവും. നമ്മൾ എനിക്ക് കാടിൻ്റെ ആത്മീയതയായിട്ട് ഇതിനെ കാണാൻ പറ്റും. കാരണം ഇപ്പോൾ അങ്ങ് ഈ ചെടിച്ചട്ടിയിലുള്ള ഔഷധ കൃഷി, അതേപോലെ തന്നെയല്ലേ കാട്ടിൽ നിന്ന് ഒരു ആനയെ കൊണ്ടുവന്ന് നാട്ടിൽ അല്ലേ? അതേപോലെ ഓരോ മൃഗങ്ങൾ, ഇപ്പം എനിക്ക് തോന്നുന്നു മൃഗശാലയൊക്കെ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി മാറി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അടച്ച് വയ്ക്കപ്പെടുമ്പോൾ, അപ്പോൾ ഞാൻ ചോദ്യമായിട്ട് ചോദിക്കുന്നതിലല്ല, എൻ്റെ നമ്മളൊരു അനുഭവം പറയാം. അപ്പോൾ നമുക്കിപ്പോൾ കാടിലെ ആത്മീയത എന്ന് പറയുന്ന സമയത്ത് അങ്ങേക്ക്
കാടിലെ ആത്മീയയിൽ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യനിലെ ഇവിടുത്തെ ആത്മീയയിൽ അങ്ങ് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതമായിക്കോട്ടെ, ഇപ്പം 60 വയസ്സ്, എത്ര വയസ്സായി? 60 വയസ്സ്. പക്ഷെ അങ്ങ് ഒരിക്കലും 60 വയസ്സുകാരൻ്റെ പോലെയല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു 30-40 വയസ്സുള്ള ഒരു വളരെ ഇപ്പോൾ 5 മണിക്കൂറോളം പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ? അത് വന്നപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞു പ്രാക്ടീസാണ് അങ്ങയുടെ ഇത്. അപ്പം വളരെ പേഴ്സണലായിട്ട് ചോദ്യമാണ്. അപ്പം അങ്ങയുടെ സങ്കടങ്ങൾ അങ്ങ് ആരെടുത്താൽ പറയാറ്? ഞാൻ ചിലപ്പോൾ പറഞ്ഞു തരാൻ കാടിനോടാണ്. ചില കാര്യം, ചില പ്രാർത്ഥനകൾ കാടിനോട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ പോയപ്പോഴൊക്കെ ഒരു അവിടെ നിന്ന് സൈൻ കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ കൂടെയുള്ളവർക്കും കൂടി അറിയാൻ പറ്റിയിട്ടുണ്ട് ചിലർക്ക്. ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു മൈൻഡിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ കാടിനോട് ചോദിച്ചു കഴിയുമ്പോൾ അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്നൊരു അത് പ്രതീക്ഷിക്കും. ചിലപ്പോൾ ഒരു ആനയുടെ ശബ്ദമായിരിക്കും. എനിക്കുള്ളൊരു അടയാളം എനിക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ വേറെ ആരോടും നമ്മൾ വേറെ ഞാൻ കണ്ടിട്ടില്ല. ഇതിനൊന്നും ദൈവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കണ്ടേണ ദൈവം ഈ കാടും ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ ഗുരു അത് നമ്മളുണ്ട്. ഇത് മാതാപിതാ ഗുരു ദൈവം. ഇപ്പം അങ്ങനെയല്ല. മാതാപിതാ ഗുരു യൂട്യൂബ്, ദൈവമില്ല. അതാണ്, അതൊക്കെ പോയി, എല്ലാം പോയി. അപ്പം നമ്മളങ്ങനെ സങ്കടങ്ങളും വേണം, നല്ല രസമുള്ളൂ. ഞാനെപ്പോഴും വന്നപ്പോൾ അങ്ങനെ മക്കളെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അങ്ങ് പറഞ്ഞില്ല. ഇല്ല, എനിക്ക് അതിന് സങ്കടമില്ലല്ലോ. അതെന്താണോ, അത് വൈഫിനുണ്ടാവും കുറേ ഇതൊക്കെ നോക്കിയാണ്. പക്ഷെ ഞാനൊരു ഒരു സ്ഥലത്ത് നിൽക്കണില്ലല്ലോ, അത് വലിയ പ്രശ്നമാണ്. പിന്നെ അതല്ല, അത് ചിലപ്പോൾ എന്നോട് പ്രകൃതി ചെയ്ത ഒരു കാര്യം അങ്ങനെ. അതായത് ഇതുണ്ടെങ്കിൽ ഞാൻ അവരെ സ്കൂളിലാക്കാൻ പോകണം, അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു സ്ഥലത്ത് കിടന്ന് ഇപ്പോൾ എറണാകുളത്ത് തന്നെ കിടന്ന് എനിക്ക് എൻ്റെ യാത്രകളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തിനാണ് ജനിച്ചതെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അതിനായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നതാണ്. അല്ലാണ്ട് ഇനിയിപ്പം കുറേ വയസ്സായി കഴിയുമ്പോൾ വെള്ളം എടുത്തന മക്കൾ പേപ്പറിൽ ഡെയിലി വായിക്കേണ്ടല്ല, അമ്മേനെ അച്ഛനും ചെയ്യണത് മക്കൾ. ഞങ്ങളൊക്കെ ഞങ്ങളുടെ അമ്മേനെയും അച്ഛനെയൊക്കെ വളരെ ഇതായിട്ട് അത് ആൾക്കാർ തന്നെ അവിടെ ചുറ്റുപാടുള്ളവർ പറയും ഇങ്ങനെ നോക്കൂലെന്ന്. അത്രയും അമ്മക്കൊക്കെ ഞാൻ കാട്ടിൽ നിന്ന് വന്നിട്ട് അമ്മക്ക് ക്യാൻസറായിരുന്നു, ബ്രെയിനിൻ്റെ ഹോസ്പിറ്റലായിരുന്നു. വന്നു കഴിയുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ഇതാണ് പുള്ളിക്കാരത്തി. അപ്പോഴത്തേനും അപ്പോൾ ഡോക്ടർ ഇതേ മരുന്ന് വന്നെന്ന് പറയും. വന്നു കഴിയുമ്പോൾ അത്ര ഇതായിരുന്നു ഭയങ്കര. അവരും ഭയങ്കര ഇതായിട്ടുള്ള സ്ത്രീയായിരുന്നു. 30-35 വർഷം മുമ്പ് സ്ത്രീകൾക്ക് പള്ളി കയറാൻ പറ്റില്ലെന്ന് കേസ് കൊടുത്ത് കയറിയതാണ് അമ്മ. മുസ്ലിം പള്ളി കയറാൻ പറ്റില്ല. അപ്പോൾ ആ അമ്മയുടെ മകനാണ് റിട്ടയർഡായിട്ട് സ്പോർട്സിൽ എല്ലാത്തിലും ദിവസം വന്നിട്ട് ഓട്ടം, മറ്റേ നാരങ്ങ ഇത് സൂചിയൊക്കെ കണ്ണിന് കാഴ്ച കൂടി പറഞ്ഞാൽ എല്ലാത്തിലും ഫസ്റ്റും സെക്കൻഡും കുറേ ഇതേ നോക്കിക്കാടാ ഇതേന്നാ വയസ്സുകാലത്ത് കൂടി ഉണ്ടാക്കിയതാണെന്ന്. ഒരുപാട് പിള്ളേരെയൊക്കെ സൗജന്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനും വളരെ പാവവും. പക്ഷേ ഇതിലിറങ്ങി നേരത്തെ ഷിപ്പിലും പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വായിക്കും, അമ്മ പെയിൻറ്റ് ചെയ്യും, പാടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് പാട്ടൊക്കെ. അനീതൊക്കെ നന്നായിട്ട് പാടുന്നതാണ്. എനിക്കത് പാട്ടൊക്കെ എനിക്ക് ഇപ്പോൾ നമ്മളെ ഒരു പുസ്തകം എഴുതുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു നല്ല പാട്ടുകൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ കേൾക്കും. ചിലപ്പോൾ അതിൽ ദുഃഖഗാനമൊക്കെ ഉണ്ടാവും. പല മനുഷ്യൻ പല ഇതുണ്ടാവില്ല, പല പ്രണയങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. മനുഷ്യനാണ്, അതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും ഇല്ലെങ്കിലും മനുഷ്യനായിട്ട് വിടാൻ പറ്റില്ല. അപ്പം നമ്മളെപ്പോഴും പറയുന്നതാണ് മനുഷ്യനാണ്, മണ്ണിലോട്ട് പോകേണ്ട മനുഷ്യനാണ്, വേറെ ഒന്നും പറയില്ല അതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഇതങ്ങനെ കേട്ട് കഴിയുമ്പോൾ പിന്നെ എത്ര നേരം വേണമെങ്കിലും എഴുതാം. ചില സമയത്തൊക്കെ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഇംഗ്ലീഷ് പാട്ടുകൾ, മലയാളം കേൾക്കും, മലയാളം തമിഴൊക്കെ കേൾക്കും, ഹിന്ദിയൊക്കെ, ഇംഗ്ലീഷ് ചില ഇതുണ്ട്. അപ്പോൾ ഞാനെങ്ങനെ അതാണ് ഊട്ടി ഒരു ബന്ധം വന്ന് മിസ്റ്റ്. അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അകത്തുനിന്ന് ഇംഗ്ലീഷ് പാട്ട് ഇങ്ങനെ ഡോൺ വില്യംസ്, ജിം റീസൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മിസ്റ്റൊക്കെ വേറൊരു രാജ്യം, വേറൊരു സ്ഥലത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ബാഗാക്കി ഇങ്ങനെ പോകുന്നു. രാവിലെ അവിടെ അങ്ങനെ തന്നെയാണ്, കുറച്ച് വെള്ളം ഇതൊക്കെ ബിസ്ക്കറ്റ് കിട്ടുന്നത് ചിലപ്പോൾ വൈഫിനോട്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ബാഗായിട്ട് നടക്കും. കുറേ നടന്നിങ്ങനെ പോയി കറങ്ങി ഇങ്ങനെ വരും. തിരിച്ചു വരുമ്പോഴത്തേന് എഴുത്തിനുള്ള സാധനങ്ങളൊക്കെ മനസ്സിൽ. ക്യാമറ എടുക്കില്ല. അപ്പോൾ ക്യാമറ എടുത്താലൊന്നും ആ സമയത്ത് എഴുത്തൊന്നും വരില്ല. അതാണ് ഇത്. പാട്ട് ഭയങ്കര ഭ്രാന്താണ് പാട്ടിനോട്. ഭയങ്കര ഭ്രാന്ത്. ഇവിടുത്തെ ആകാശവാണിയിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. പാടിച്ചല്ല, ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷും ഇതെല്ലാം ആൾക്കാർ നമുക്ക് ഇംഗ്ലീഷ് പറ്റില്ല, ഇല്ല നമ്മളുടെ അത് നേരത്തെ പറഞ്ഞു എൻ്റെ മതം മാത്രം നമ്മുടെ മാത്രം ശരിയെന്ന് പറയുന്ന എൻ്റെ പ്രശ്നമുണ്ട് എല്ലാത്തിലും. എല്ലാം മഹത്വമാണ്, എല്ലാം നല്ല തന്നെയാണ്, എല്ലാം നല്ല. ഞാനും നിങ്ങളും അദ്ദേഹവും ഇതൊക്കെ ഒരു മനുഷ്യനല്ലേ,
അതുപോലെ സംഗീതമൊക്കെ മനുഷ്യനല്ലേ. പക്ഷേ യഥാർത്ഥ സംഗീതം കാട്ടിലാണ്. അത് നമ്മളുടെ ബിതോവൻ ഇത് 7th സിംഫണി എടുക്കുന്നതിനും പുള്ളി സിംഫണി ഉണ്ടാക്കുന്നതിന് മുമ്പ് വീടിൻ്റെ ബാക്ക് വശം ഫോറസ്റ്റാണ്. അതിൽ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കും. ഞാനത് പലപ്പോഴും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു വന്നാൽ സിംഫണി ഉണ്ടാക്കുന്നത്. നമ്മളുടെ ഇളയരാജ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞങ്ങൾ പറ്റിക്കേണ്ട, അവിടെ ഇവിടെയൊക്കെ ഇട്ട് അടിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥ ഇത് കാട്ടിലാണുള്ളത്. ഉറങ്ങാത്ത ആളെയും കൊണ്ടുവന്ന കാട്ടിൽ ഞാൻ 5 മിനിറ്റിനുള്ളിൽ അയാൾ അവിടെ കിടന്നുറങ്ങും. ഇത് പുഴയുടെ തീരത്ത് കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങിപ്പോവും. കാട് അങ്ങനെയുണ്ടാവും. ഈ പേടിച്ച് വരുന്നവരൊന്നും ഉറങ്ങില്ല, ജീവിതത്തിൽ ഒരിക്കലും ഒന്നുമില്ല. നമുക്ക് അത് ഭയം വലിയൊരു ചെറുപ്പത്തിൽ നമ്മുടെ ഉള്ളിലിട്ട് കഴിഞ്ഞ് പേടി, അങ്ങോട്ട് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തിന്നരുത്, ഇത് തിന്നരുത്. നമ്മൾക്ക് സംഭവിക്കില്ലെന്ന് വിചാരിച്ചാൽ സംഭവിക്കില്ല ഒന്നും. അതാണ് ആ മനസ്സിനെ അങ്ങനെ ഒരു പാകപ്പെടുത്തി അങ്ങനത്തെ ഒരു വഴി കൂടെയൊക്കെ വരണം. പിള്ളേർക്ക് അങ്ങനെ ട്രെയിനിങ് കൊടുക്കണം. പക്ഷെ പിള്ളേർ അങ്ങനെ അല്ല. ആ തമിഴ്നാട്ടിലെ പിള്ളേർ കാണണം. അവരോട് പേര് വെച്ച് അപ്പം പറയും. നമ്മളുടെ മക്കളാണെങ്കിൽ അമ്മയുടെ സാരിയുടെ അവിടെ കിടന്ന് ചുറ്റി അവസാനം ആ സാരിയെ കൂടി വലിച്ച് നിർത്തിയിട്ട് അങ്ങനെയാണ് നാണം കുടുങ്ങിയപ്പോൾ ഇങ്ങനെ ഓമനിച്ചേ. ഖലീൽ ജിബ്രാൻ പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ അത് വായിക്കില്ല. ഞാൻ കരാട്ടക്കാരൻ, എൻ്റെ മോൻ കരാട്ടക്കാരനാണെന്ന് നിർബന്ധം പിടിക്കുകയാണ്. അവന് വേറെ വഴിയും വേറെ കാര്യങ്ങളുണ്ട്, അവൻ്റെ ഉള്ളിലുണ്ട്. പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവനെ അവസാനം വേലി കെട്ടി അതിൻ്റെ അകത്താക്കി. കൃത്രിമത്വം ലോകത്തുനിന്ന് മാറാൻ അല്ലേ, ആ ഒരു കൃത്രിമത്വത്തിൽ നിന്ന് മാറാൻ നമുക്ക് എപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പം അങ്ങയുടെ ക്യാമ്പിലൊക്കെ വരുന്ന സമയത്ത് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഈ ചുണ്ണാമ്പ് തോണ്ടുന്ന ഈ സ്വഭാവം അല്ല അങ്ങ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ എതിരഭിപ്രായങ്ങൾ ഒരുപാട് വരില്ലേ? അവിടെ പറയില്ല, പുറത്തൊക്കെ ചിലവർ പറയും. അവിടെ നേരിട്ട് തന്നെ കൊണ്ട് പറയില്ലാരും, നേരിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ ക്യാമ്പ് കിടക്കണം. പകൽ റൂമിൻ്റെ അകത്ത് കയറിയിട്ട് ഫോണും ചെയ്ത് ഉറങ്ങാൻ പോണെങ്കിൽ പോയി ഉറങ്ങിക്കോണം. ഫോൺ ചെയ്ത് കിടക്കാൻ പാടില്ല. 10:30 മണിയാകുമ്പോൾ ഒരു ഹാളിൽ എൻ്റെ തിരിച്ച് പിന്നെ ഇതാണ് 10:30 മണിക്ക് അവിടെ കുറേ പേര് എടുക്കും. 3 റൂമുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 10:30 ആകുമ്പോഴത്തേനും ലൈറ്റൊക്കെ ഓഫാവും. ഫോൺ ചെയ്യാൻ പാടില്ല. ഫോൺ ചെയ്യണമെങ്കിൽ വാതിൽ തുറന്ന് ഗേറ്റ് തുറന്ന് പുറത്ത് പോയി നിൽക്കണം. മഞ്ഞ് കൊണ്ട് അവിടെ നിന്ന് ചെയ്തു കൊള്ളണം. ലൈറ്റ് ഇട്ടിട്ട് പോകാൻ പാടില്ല ഉറങ്ങുന്നത്. കാരണം ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് ഇത് ഒരാൾ ലൈറ്റ് ഇടണേ, അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണമെന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുപോലെ ഇരിക്കുമല്ലോ അയാൾക്കും. അപ്പോൾ ശബ്ദിക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, പോയിക്കൊള്ളണം. അതാണ്. പിന്നെ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഫോട്ടോ എടുത്തോ, റേഞ്ച് ഉണ്ടോയെന്ന് നോക്കിയാൽ നടക്കരുത്, നെറ്റ് ഓഫ് ആയിരിക്കണം. അതാണ്. അതൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് ഇത് ആൾക്കാർക്ക് അത് പലരും അങ്ങനെ ഇത് ചെയ്യും. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പലരും റേഞ്ചിലല്ല, നീ കാട്ടിലാണ്. അപ്പോൾ കാടിന് കൊടുക്കണം, മര്യാദ കൊടുക്കണം. പിന്നെ അതല്ല, ഇത് കാട്ടിൽ റേഞ്ചും നോക്കി അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അപകടം പറ്റും. കാരണം ഇതിൻ്റെ വരുന്ന തരങ്ങളും മൃഗങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥയാണ്. അതൊക്കെ പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട് കുറേ ഞാൻ. അപ്പോൾ ചിലപ്പോൾ ആന പെട്ടെന്നായിരിക്കും ഒരു സൈലൻസിലിട്ടാലും കോൾ വരുമ്പോൾ ആന വരും. അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ. മനുഷ്യനങ്ങനെ ആധുനിക സൗകര്യങ്ങൾ, പക്ഷേ ഇതില്ലാതെയും ജീവിക്കാൻ പറ്റും. എല്ലാം കുറച്ച് കാലം കുറച്ചൊന്ന് മാറ്റി വെക്കാമല്ല. നമ്മൾ കിടക്കുന്നതിന് മുമ്പൊക്കെ നോക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടൊരു പുസ്തകം എടുത്ത് കൈപ്പിടിക്കുക. അതാണ് വായിക്കേണ്ടത്. വായിച്ച് കിടക്കുക. നിങ്ങൾക്ക് ഈ പുതിയ ഇപ്പം നമ്മൾ ഇന്ത്യ എപ്പോഴും പറയപ്പെടുന്നത് ഇപ്പം യങ്സ്റ്റേഴ്സിൻ്റെ നാടാണല്ലോ. എല്ലാവരും കാണുന്നവർക്കൊക്കെ കുഞ്ഞുണ്ടാവും. ഡേ കെയർ സെൻ്ററുകളുടെ എണ്ണം കൂടുതലാണ്. ഇപ്പം എല്ലാവരും യങ്സ്റ്റേഴ്സാണ്. അങ്ങ് ഈ പുതിയ തലമുറയ്ക്ക് അങ്ങ് ജീവിതത്തിൽ ഇപ്പം അങ്ങ് ഒരുപാട് ഇപ്പം ഒരു ചെറിയ പ്രായത്തിലുള്ള ആളാണ്. എനിക്ക് യതീഷയിൽ വന്ന കുറച്ചും കൂടി ഏറ്റവും ഒരു എക്സ്പീരിയൻസ്ഡും എൽഡസ്റ്റും ആയിട്ടുള്ള ആളാണ് അങ്ങ്. അപ്പം അങ്ങേക്ക് എന്താണ് ഒരു പുതിയ തലമുറയിൽ വരുന്ന ഉള്ള പാരൻസിനോട് പറയാനുള്ളത്? ഞാൻ കുട്ടികളോടല്ല, ഇത് ഇങ്ങനെ അതിന് ആൻസർ പറയാം. പക്ഷെ ഇതുപോലെ തന്നെ വേറെ ചോദിച്ചിട്ടുണ്ട്, കൊടുക്കാൻ എന്തെങ്കിലും ഉപദേശം ഇങ്ങനെ അല്ല. അപ്പോൾ അത് ഞാൻ പറയാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്നറിയാമോ, ഇവിടെ എല്ലാ ഭാഗം ഇപ്പം ശ്രീകൃഷ്ണൻ വന്ന്, മുഹമ്മദ് നബി, യേശു ക്രിസ്തു വന്ന്, ബുദ്ധൻ വന്ന്, ഒരുപാട് നേതാക്കന്മാർ, എബ്രഹാം ലിങ്കൻ, ഗാന്ധിജി, ഇവരൊക്കെ ഒരുപാട് പേര് ഇവരൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ട് നന്നാവാത്തവരോട് ഇന്നലെ ഒരു പുഴുവിൻ്റെ ഫോട്ടോ എടുത്താൽ ഒരു നസീർ പറഞ്ഞാൽ എങ്ങനെയാണ് എന്ത് എഫക്റ്റ് ഉണ്ടാവണമെന്ന് ചോദിക്കും. ഇതല്ല, ഇത് പാരൻസിനോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ,
നമ്മൾ ചോദിക്കാൻ ചോദ്യം എന്തുകൊണ്ട് അത് ഉപദേശം എന്ന് ഉദ്ദേശിക്കാൻ കാരണം സജഷനായിട്ട് കുട്ടികൾ കാരണം വെച്ചാൽ നമ്മളൊക്കെ ഇപ്പം പല ടൈപ്പ് കുട്ടികളാണ്. അപ്പം ഒരാൾ ഇപ്പം നമ്മൾ ടെക്നിക്കലി ഇപ്പം പറയപ്പെടുന്നതാണ് ഒരു ജെൻസി, ആൽഫ. അപ്പം എൻ്റെ വീട്ടിൽ ഇപ്പോൾ 2 കുട്ടികളുണ്ട്. ഒരാൾ വേറൊരു കാറ്റഗറിയാണ്, വേറെ കാറ്റഗറി. അത് ഞാനിപ്പം വളരെ വളരെ ഒബ്സർവൻ്റായിട്ട് തോന്നാൻ കാരണം ഇപ്പോൾ സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യുന്ന സിനിമ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് അച്ഛനും അമ്മയും ഒക്കെ ഒപ്പം ഇരുന്ന് നമ്മൾ സിനിമ കാണും അല്ലേ, ആഴ്ചയിൽ സിനിമയ്ക്ക് പോകുക അല്ലെങ്കിൽ മാസം 2 സിനിമയ്ക്ക് പോകുക, അങ്ങനെയുള്ള സീൻ ആ സമയത്ത് പോലെ. അതുപോലെ അത് മാറി നമ്മൾ VCR ആയി, പിന്നെ VCP, VCR ആയി, പിന്നെ അത് CD ആയി. ഇപ്പോൾ അത് നമ്മൾ നെറ്റ്ഫ്ലിക്സിലേക്ക് വന്നു, തിയേറ്ററിലേക്ക് വന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഒരുമിച്ച് സിനിമ ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം ആ കുട്ടിയുടെ ഒരു ജനറേഷൻ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഗ്യാപ്പ് നമുക്കിന്ന് മനസ്സിലായി. പക്ഷെ അങ്ങനെ മനസ്സിലായതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പം എന്തായി, അങ്ങ് പറഞ്ഞ പോലെ കറിയാണെങ്കിൽ ഒരു മൊബൈൽ എടുത്ത് കൊടുക്കും, ആ കുട്ടിയോട് മൊബൈൽ പിടിച്ചിരിക്കും, കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ത് സജഷനാണ് അങ്ങേ പോലെ. ഇപ്പോൾ കാടിനായിട്ട് ബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ അങ്ങേ വിളിക്കുന്നത് പോലെ അതുകൊണ്ടാണ്. കാരണം കാട് മാറ്റിയവരാണ് എല്ലാവരും. ഈ ഋഷിമാർ മുഴുവൻ കാടാണ് അവർ മാറ്റിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അങ്ങ് എന്ത് സജഷനാണ് ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന ന്യൂ ആയിട്ട് മാരീഡായ കുട്ടികളെ, അങ്ങനെ കുട്ടികൾ വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ ബുക്ക് നോക്കി കുട്ടികൾ വളർത്താനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സജഷനാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ കരാട്ടെ സ്റ്റുഡൻസ് കുഞ്ഞു മക്കളാണ്, ഒക്കെ നമ്മുടെ മക്കളാണ്, എല്ലാം നല്ല മിടുക്കന്മാരും. അപ്പോൾ അവരോട് ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും പെപ്സി കോളൊന്നും കുടിക്കരുതെന്ന് പറയും അവരോട്, പിന്നെ ലേസൊന്നും കഴിക്കരുതെന്ന് പറയും. പക്ഷേ ഇത് അവർ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഇത് ഇവരോടല്ല പറയേണ്ടത്, അവരോട് പറയണം. പുസ്തകം വായിക്കണം എന്ന് പറയും, നല്ല പുസ്തകങ്ങൾ വായിക്കും, ഇഷ്ടംമാരെ ഉണ്ടെന്ന് പറയും. രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയിട്ട് ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കൾ നോക്കുമ്പോൾ എന്താണ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുകയാണ്. എന്നിട്ട് അവരോട് എനിക്കെങ്ങനെ പറയാം പത്രം വായിക്കാൻ, എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഇവർ നമ്മളെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കൾ നമ്മളെയാണ് കോപ്പി ചെയ്യണം. അവരെ നമ്മൾ തിരുത്താൻ നോക്കണം, നമ്മൾ തിരുത്തണം നമ്മളാദ്യം, അപ്പോൾ അവർ മാറും. ഇത് രാവിലെ എഴുന്നേറ്റിട്ട് ഇതും തോണ്ടിയിരുന്ന ഒരാളുടെ കുട്ടീനോട് നമ്മൾ പത്രം വായിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഇങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കണം, ആ മോൻ വായിക്കും, നീ ഇതിലത്തെ ഇതൊന്ന് ഉറക്ക വായിച്ചാൽ ഞാനൊന്ന് കേൾക്കട്ടെ, അങ്ങനെ നീ ഇത് നല്ല വാർത്ത, കൊലപാതകമായിരിക്കുമല്ലോ അധികം ഉണ്ടാവുന്ന, നല്ലത് നോക്കിയിട്ട് നീ അതൊന്ന് വായിച്ചാൽ ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പോൾ ചായ എടുത്ത് നമ്മളിരിക്കാം, മോൻ വായിക്കുക. ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ അവൻ വായിക്കില്ല. പിന്നെ എൻ്റെ മോൾക്ക് എന്നിട്ട് ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം അറിഞ്ഞൂടെന്ന് പറഞ്ഞു. ഇത് ഒരു ബോർഡെങ്കിലും വായിക്കാൻ പഠിക്കണ്ടേ? നമ്മൾ ഇപ്പോൾ എല്ലാം വലിയ സ്കൂൾ, അത് ഏറ്റവും നമ്മൾ കരാട്ടെ ഇതിൽ തന്നെ വരുമ്പോൾ എല്ലാ മാസവും ടെസ്റ്റ് പിള്ളേർക്ക്, സ്കൂളിൽ എല്ലാ മാസവും ഇവർക്ക് പഠിക്കാനും സമയം. കരാട്ടെ ടെസ്റ്റ് അല്ല, അവർക്ക് പഠിക്കേണ്ട വിഷയം എല്ലാ ദിവസവും അവർക്ക് ഇത് കരാട്ടൊക്കെ ഡാൻസിന് ഒന്നിനും പോകാൻ പറ്റുന്നില്ല, എല്ലാം. അപ്പം ഞാൻ പറഞ്ഞത് അത് വേണം, ഏറ്റവും വലിയ സ്കൂളിൽ കൊണ്ട് ചേർത്ത്. അവർക്ക് നിങ്ങളുടെ മോളെ വെച്ചിട്ടാണ് കച്ചവടം ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ മോനെ വെച്ചിട്ടാണ് കച്ചവടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചാൽ നടന്നു, നമ്മളൊക്കെ അങ്ങനെയാണ് സാധാരണ സ്കൂൾ. എന്നിട്ട് ഇവരൊക്കെ പഠിച്ച ആൾക്കാരെ എവിടെ? ഇപ്പോൾ ഇങ്ങനെ വലിയ ഇതിൽ പഠിച്ച ആൾക്കാരെ എവിടെ? ഇവിടുത്തെ ഇതിൽ സമൂഹത്തിൽ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന പല വ്യക്തികളെ നോക്കിക്കോ നമ്മൾ, അവരൊക്കെ ഇത്തരം ഇതിൽ നിന്ന് വന്നേക്കുന്ന. അപ്പോൾ ഈ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാലും എത്താൻ പറ്റുമല്ലോ, അതിന് തെളിവാണല്ലോ അവർ. അപ്പോൾ കുട്ടികളുടെ കുഴപ്പമില്ല, നമ്മൾ അവരെ എങ്ങനെയാണ് കാണുന്നത്, അവരെ എങ്ങനെയാണ് സമീപിക്കുന്നത്, അതിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ ഇതിലായാലും ഫിലിമിലായാലും നമ്മളുടെ ഇൻട്രസ്റ്റ് അല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ് സംസാരിച്ച പാട്ടുമായാലും അതെ, അവർ പക്ഷെ അത് ഞാൻ ആസ്വദിക്കാറുണ്ട് കേട്ടോ. ഞാനതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ മോശം തന്നെ അങ്ങനെ തന്നെയെന്ന് പറയും. ചില നമുക്ക് ഉൾക്കൊള്ളാനും പറ്റാത്ത ഇതിൽ. കാരണം എന്താണോ, നമ്മൾ കുറേ കാലം പുറകിൽ കിടക്കുകയാണ്. അത് വലിയ ഇപ്പോഴും ഈ കൂട്ടുകുടുംബവും ഇതൊക്കെ ചില സീരിയൽ കണ്ടല്ലേ, കൂട്ടുകുടുംബം എവിടെയുണ്ട് ഇപ്പോൾ? അവിടെ കുടുംബം തന്നെ ഉണ്ട് ഇപ്പോൾ കുടുംബം തന്നെ അപൂർവമാണ്. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പലരും പല വഴിക്ക്, ഒരു വീട്ടിലുള്ള പലരും പല വഴിക്ക്. കുട്ടികളെ പ്രത്യേകിച്ച് പേരൻസിൻ്റെ കുഴപ്പം തന്നെയാണ് കുട്ടികളിങ്ങനെ ആവാൻ. വേറെ ഒന്നുമില്ല, കുട്ടികളൊക്കെ മിടുക്കന്മാരും മിടുക്കികളുമാണ്, ഭയങ്കര ഡൈനാമിക്കാണ് കുട്ടികളൊക്കെ. അതിൻ്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് പറ്റണില്ല, നമ്മളുടെ തോൽവിയാണത്. അവരെ തന്നെ റെഡിയാക്കുക, നമ്മുടെ അധ്യാപകർക്കും പറ്റുന്നില്ല, അതൊക്കെയാണ് പറ്റുന്നത്. പിന്നെ നമ്മൾ ചെന്ന് കൊണ്ട് ചേർക്കും. നമ്മളൊരു കുട്ടീനെ ഒരു സ്ഥലത്ത് പഠിപ്പിക്കുമ്പോൾ
അയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്തെങ്കിലും വേറെ കേസിൽ പെട്ടിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി ആക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും പേപ്പറിൽ ന്യൂസ് വരും. ഇവരെ ഒഴിയണം വീട്ടിൽ നിന്ന്. ശല്യമാണ് പലരും പറയണതാണ്. അപ്പോൾ മൊബൈൽ എടുത്ത് കൊടുക്കും. മൊബൈൽ വേണം, കുറച്ച് കഴിയുമ്പോൾ മൊബൈൽ ഇവർ അങ്ങനെ തന്നെ ഇത് വരണം. പക്ഷേ എന്ത് വേണ്ട എന്ത് വേണമെന്ന് അച്ഛനും അമ്മയും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അവരായിട്ട് എപ്പോഴും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ വന്നാലേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ താൻ തന്നെ വഴിക്ക് പോകുന്നു. ഇപ്പോൾ പിള്ളേർക്കറിയാം എനിക്ക് 18 വയസ്സായി, അച്ഛൻ എന്തായി പറയണമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും നമ്മുടെ കോടതിയും ഇതൊക്കെ നമ്മുടെ നിയമമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് വലിയ കഷ്ടം തന്നെയാണ് ആ പോക്ക്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ തലയിലെല്ലാം കൂടിയും കൊണ്ടുപോയി കുത്തി കയറ്റിയിട്ട് വലിയ സ്കൂളുകളിൽ പോയി കൊണ്ടുപോയി ഇവർക്ക് ഒരു സാധനം പഠനം ഇത് മാത്രം. ഒരു ഡാൻസിനാ, ഒരു ക്രിക്കറ്റ് കളിക്ക്, എന്തെങ്കിലും. പിന്നെയുണ്ട് ചില പേരൻസ്, ഇന്ന് കരാട്ടെ ആണെങ്കിൽ നാളെ ക്രിക്കറ്റ്, മറ്റന്നാൾ സ്വിമ്മിങ്, അതിന് ശേഷം ഒപ്പന. ഇത് ഏതിൽ നിൽക്കും ഇവർ? ആൾക്കാരെ സമൂഹത്തിനെ കാണിക്കാൻ എൻ്റെ മക്കൾ ഇതൊക്കെ പഠിക്കേണ്ടത്. ഞാൻ ദുബായിലായിരുന്നല്ലോ, 10-20 വർഷം മുമ്പായിരുന്നു. അന്ന് അവിടുത്തെ സമൂഹം അങ്ങനെയായിരുന്നു. കേമത്തരം കാണാൻ ഇതിന് കിട്ടിയിട്ടുണ്ട്, ആ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റൊക്കെ. അവസാനം പിള്ളേരെ എങ്ങും ഇല്ലാത്ത പോലെ. അതാണ് അങ്ങ് ഈ ഇന്നത്തെ കാലത്തെ കരാട്ടയെ പറ്റി അങ്ങ് പറയണ്ടായിരുന്നു. ഈ കരാട്ട ഒരു എക്സിബിഷനായി വെച്ചാൽ ഒരു ടൂർണമെൻറ്റ് പോലെ അങ്ങനെയുണ്ട്. ടൂർണമെൻറ്റ് വേണം കരാട്ടയിൽ. കാരണം ഇവർക്ക് ഒരു പഠിക്കാൻ വരുന്ന ഇപ്പോഴത്തെ ഒരു കാലം ഇതാണ്. അപ്പോൾ അവർക്ക് അതിലൊരു പ്രോത്സാഹനമുണ്ട്, സപ്പോർട്ടാണ്, അതിൻ്റെ സത്ത വേറെയാണ്. പക്ഷെ അതിന് വേണ്ടി മാത്രം ട്രെയിനിങ് കുട്ടികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടൂർണമെൻറ്റിന് മാത്രം. ഇത്തവണ പോയി കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഞാനതൊക്കെ മനസ്സിലാക്കിയത്. പങ്കെടുപ്പിച്ച് പ്രൈസ് വാങ്ങണം. അപ്പോൾ അവരുടെ സ്കൂളിനൊരു പരസ്യം. യഥാർത്ഥ കരാട്ടെ ഇതൊന്നും പഠിക്കുന്നില്ല. യഥാർത്ഥ കരാട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ പാകപ്പെടുത്തലാണ്. എല്ലാ കലയും മനുഷ്യനെ പാകപ്പെടുത്തലും അതിൽ ആസ്വാദനവും സന്തോഷവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ്. അതെവിടെ ചെയ്യുന്നു? വളരെ അപൂർവമാണ് അത്തരം മാസ്റ്റേഴ്സും പഠിപ്പിക്കുന്ന രീതി. അപ്പോൾ അത് നമ്മളതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു കുട്ടീനെ എവിടെ കൊണ്ട് ചേർക്കുന്നു, അയാളുടെ യോഗ്യത എന്താണ്, അയാളുടെ സമൂഹത്തിൽ എങ്ങനെയാണ്, അത് അന്വേഷിക്കണം. ഇത് ചെയ്യില്ല. ഇത് മത്സരിച്ച് അങ്ങനെ പോവുകയാണ്. പിന്നെ ഇത് ഒരു ആക്രമം ഇത് തന്നെ ഉണ്ടാവുകയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കുറയുമെന്ന് പറയണം. പക്ഷേ ഇത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചോദ്യം എന്ന് പറഞ്ഞാൽ അറ്റാക്ക്. ഞാൻ മാർഷ്യൽ ആർട്സ്, താങ്കളുടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്നെ അറ്റാക്ക് ചെയ്യുന്നത്, ഞാൻ അതിന് കൗണ്ടർ അറ്റാക്ക് നമ്മൾ മനസ്സിലാക്കി. അല്ലാണ്ട് ഫിസിക്കലായിട്ടുള്ള ഇടിയൊന്നുമല്ല ഈ കാലത്ത്, അതിൻ്റെ ഇതില്ല. പക്ഷേ അത് വേണം ഈ കുട്ടികൾക്ക്, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും. ഇപ്പോൾ പെൺകുട്ടികൾക്ക് തന്നെ ചെറിയ മക്കൾക്ക് 4 വയസ്സുള്ളതിനൊക്കെ നിർത്താൻ പറ്റില്ല നമുക്ക്. അപ്പോൾ പെൺകുട്ടികളൊക്കെ മസ്റ്റായിട്ട് ഇത് പഠിക്കണം. വേറെ എന്ത് ആർട്ടിനെക്കാട്ടിയും ബെറ്റർ ഇത് പഠിക്കണം. കളിപ്പറ്റ കരാട്ടെ പഠിച്ചിരിക്കണം. അത് ഈ കാലത്ത് ഉപയോഗിക്കാൻ തന്നെയായിട്ട് പഠിക്കണം. കാരണം ഇതല്ലാതെ ഒരാൾ വന്നിട്ട് ഞാൻ ജിമ്മാണ്, ഒരാൾ വരുമ്പോൾ മസിൽ കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഞാൻ ഡാൻസ് കൈമക്കരി പിടിക്കുമ്പോൾ അവിടെ നിന്ന് ഡാൻസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഈ കാലം അങ്ങനെയല്ല. എല്ലാ ദിവസവും പേപ്പറിൽ ന്യൂസില്ലേ. പിന്നെ ഡ്രഗ്സ്, അത് നോ എന്ന് പറയാൻ പറ്റും ആൺകുട്ടികളെയൊക്കെ. വേറെ വഴിക്കൊന്നും പോയില്ല. എൻ്റെ ലൈഫിൽ ഞാൻ മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല. ആകെ ചായ കൂടി കുറേ വർഷത്തിന് ശേഷം തുടങ്ങിയത് ആയാലും. ഞാൻ പറഞ്ഞു ഞാൻ നല്ല ഫിറ്റാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പച്ചയിൽ നോക്കിയാൽ ഞാൻ കരാട്ടെ ചെയ്യുമ്പോൾ നല്ല ഫിറ്റാണ്. പിന്നെ ബീവറേജിൽ പോയി ക്യൂ നിന്ന് പൈസ കളയണോ? എൻ്റെ ആരോഗ്യം കളയണോ? അതാണ് നമ്മൾ ഇത് ഏറ്റവും ഇതായിട്ട് ഈ കുട്ടികൾ ഇത്തരം ഒരു കലകളിൽ ചേർക്കുമ്പോൾ, ഇപ്പോൾ മാർഷ്യൽ ആർട്സ് പോലത്തെ ഇതിൽ ചേർക്കുമ്പോൾ അവർക്ക് നേരും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് ഡെവലപ്പാവും. എന്ത് വേണ്ട എന്ത് വേണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സമൂഹത്തിൽ നിൽക്കാനും പറ്റുള്ളൂ. ഒരാൾ കൈമക്കരി, ഞാൻ പറയും എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കൈമ പിടിച്ച് അപ്പം അറിയും വിവരം എന്ന് പറയും. അതിന് ലോക്കും ഇതും മണിയും ഒന്നും ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. സിമ്പിളാണ് ഓരോ കാര്യം, വളരെ സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾ വല്ല കോൺഫിഡൻസ് ആയിരിക്കും. അതാണ്. ഓട്ടോറിക്ഷ പോകാനോ ഒറ്റയ്ക്ക് രാത്രി വരാനോ ഒന്നും ഒരു പേടി ഉണ്ടാവില്ല. അതാണ് നല്ല ഇതുണ്ടാവും. എനിക്ക് ലൈഫിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംമാതിരി. പിന്നെ ഈ ചന്ദനക്കള്ളന്മാർ അവരൊക്കെ കഞ്ചാവുകാരെയൊക്കെ പിടിച്ചിട്ടുണ്ട്, വേട്ടക്കാരൊക്കെ പിടിച്ചിട്ടുണ്ട് കുറേ. പക്ഷെ അതൊക്കെ നല്ല രസമാണ്. രസം ആസ്വദിച്ച് ചെയ്താണ് അതൊക്കെ, ഭയങ്കര ആസ്വദിച്ച്.